Good evening, one and all. So, myself, Dr. Afsana Fabikan, academic mentor for DVMC Kottayam. So, ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് ഹൗ ടു അറ്റൻഡ് ദ ഗ്രാൻഡ് ടെസ്റ്റ് എന്നുള്ളതാണ്. സോ നിങ്ങൾ ഇനി ഒരു 3-4 മന്ത്സിൽ വി ആർ ഗോയിങ് ടു അറ്റൻഡ് ദ നീറ്റ് PG ആൻഡ് ഇന്ന് നമുക്ക് രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ വന്നു. സോ നിങ്ങളെല്ലാം അതിന്റെ ഒരു ഹീറ്റഡ് അപ്പ് മൈൻഡ് സെറ്റിലാണ് എന്നറിയാം. സോ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയാണ് ഹൗ ടു അറ്റൻഡ് ദ ഗ്രാൻഡ് ടെസ്റ്റ്. എങ്ങനെയാണ് ഗ്രാൻഡ് ടെസ്റ്റ് റിവ്യൂ ചെയ്യേണ്ടത്, എത്ര ഫ്രീക്വന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം എന്നുള്ളതൊക്കെ ഓൾറെഡി ഒരു പ്രീവിയസ് സെഷനിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. ഗ്രാൻഡ് ടെസ്റ്റിൽ ഈ ഒരു ഫേസിൽ നമുക്ക് വീക്ക്ലി ട്വൈസ് വരെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഈവൻ വീക്ക്ലി വൺസ് എങ്കിലും ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഗ്രാൻഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. ഗ്രാൻഡ് ടെസ്റ്റ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് പാരാമീറ്റർ ഫോർ യുവർ പ്രിപ്പറേഷൻ. സോ യു ഹാവ് ടു ഡെഫിനറ്റ്ലി ഡു ദാറ്റ്. സോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. സോ ലെറ്റ്സ് ഗോ. So why should you attend the grand test? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്രാൻഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിയൽ നീറ്റ് PG എക്സാമിന്റെ ഒരു സിമുലേഷൻ ആണ്. ടു ബി ഹോണസ്റ്റ്, നമ്മളൊരു 3 hours, like 200 questions ആയിട്ട് നീറ്റ് PG എക്സാമിന് ഇരിക്കുമ്പോൾ വി വിൽ ബി ഡെഫിനറ്റ്ലി ടെൻസ്ഡ്, വി വിൽ ബി ആങ്ഷ്യസ്. ആ ഒരു പെർട്ടിക്കുലർ 3 hour ടൈം പീരിയഡിൽ വി ഹാവ് ടു ഫൈൻഡ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻസ് ആൻഡ് വി ഹാവ് ടു അറ്റംപ്റ്റ് ദം കറക്റ്റ്ലി. ഓരോ ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷൻസ് വായിച്ച് ഓരോന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് റൂൾ ഔട്ട് ചെയ്യാനായിട്ടുണ്ട്. സോ ഇറ്റ്സ് എ മൾട്ടി ടാസ്കിങ് പ്രോസസ് ആക്ച്വലി, അല്ലേ? അപ്പൊ അത്രയും സ്ട്രെസ്ഫുൾ ആയ ഒരു എൻവയോൺമെന്റിൽ നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ തരിക എന്നുള്ളതാണ് അവിടെ നമുക്ക് വേണ്ടത്. അപ്പൊ അതിന് നമുക്കൊരു പ്രാക്ടീസ് സെഷൻ ആണ് ബേസിക്കലി ഗ്രാൻഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഒരു റിയൽ എക്സാം എങ്ങനെയാണ് എന്നതിലേക്ക് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൂൾ ആണ് ഗ്രാൻഡ് ടെസ്റ്റ്, ആൻഡ് ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ടൂൾ അറ്റ് ദ സെയിം ടൈം. സിംപ്ലി ഹാവ് ടു ടെൽ യു, ഗ്രാൻഡ് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ അഫ്രെയ്ഡ് ടു അറ്റൻഡ് ദ ഗ്രാൻഡ് ടെസ്റ്റ് ബിക്കോസ് നിങ്ങളുടെ സ്കോറും മാർക്കും റാങ്കും നോക്കിക്കൊണ്ട് നിങ്ങൾ ഗ്രാൻഡ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാതെ പേടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇറ്റ് ഈസ് എ ബിഗ് മിസ്റ്റേക്ക്. നിങ്ങൾ ഈ വരുന്ന ഇനിയുള്ള മാസങ്ങളിൽ എല്ലാ ആഴ്ചയിലും ഒരു ഗ്രാൻഡ് ടെസ്റ്റ് വീതമെങ്കിലും ഡെഫിനറ്റ്ലി അറ്റംപ്റ്റ് ചെയ്തിരിക്കണം. ആൻഡ് ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. നൗ, റിയൽ എക്സാം സിമുലേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പ്രവീൺ സാർ പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണ്. അതായത് നമുക്ക് നീറ്റ് PGയിൽ വരുന്ന ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ഒരു OPDയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഓരോ പേഷ്യന്റിനെയും പോലെയാണ്. സോ നമുക്ക് 200 പേഷ്യന്റ് ഒരു OPDയിൽ വരുന്നു. 3 hours നമ്മൾ അവരെ കണ്ടു തീർക്കണം. വെൻ എ പേഷ്യന്റ് കംസ്, നമ്മൾ അപ്പൊ തന്നെ അവരെ നോക്കുന്നു. സഡൻ ഡയഗ്നോസിസിനായിട്ടുള്ള കാര്യങ്ങൾ, ദ ഫാക്ടേഴ്സ്, ദ ഹിസ്റ്ററി, ദ ക്ലിനിക്കൽ എക്സാമിനേഷൻ, ഇൻവെസ്റ്റിഗേഷൻസ് ഇതെല്ലാം ചെയ്യുന്നു. ആൻഡ് വി അറൈവ് അറ്റ് എ കൺക്ലൂഷൻ ആൻഡ് വി ട്രീറ്റ് ദ പേഷ്യന്റ്. എക്സാക്ട് സെയിം തിങ് ആണ് നിങ്ങൾക്ക് നീറ്റ് PGയിൽ ഹാപ്പൻ ചെയ്യുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ഒരു 3 hours നിങ്ങൾ അത് പ്രോപ്പർ ആയിട്ട് കവർ ചെയ്യണം, അല്ലെ? അപ്പോ ആക്യുറസി എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് ഇതിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നിങ്ങൾ ഭാട്ടിയുടെ GTS ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ എത്രമാത്രം അക്യുറേറ്റ് ആണെന്ന് ഒരു പെർസെന്റേജ് കാണിക്കും. എന്താണ് ആക്യുറസി? നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ഒരു അവറിൽ കംപ്ലീറ്റ് ചെയ്ത് തീർക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്പീഡ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരാമീറ്റർ ആണ്. ഓരോ ക്വസ്റ്റ്യനും എത്ര വേഗത്തിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പക്ഷെ സ്പീഡ് കൂടുന്തോറും സംഭവിക്കാവുന്ന ഒരു ഫാക്ടറാണ് മിസ്റ്റേക്സ്. നമുക്ക് നെഗറ്റീവ് മാർക്സ് കൂടാനുള്ള സാധ്യത സ്പീഡ് കൂടുന്തോറും വരാം. അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? അക്യുറേറ്റ് ആയിട്ടാണ് നമ്മൾ ആ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ സ്പീഡ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കണം. അതേസമയം നെഗറ്റീവ്സ് എന്ന് പറയുന്നത് ഏറ്റവും കുറവായിരിക്കണം. സോ വി ഹാവ് ടു ഇൻക്രീസ് ദ സ്പീഡ്, റെഡ്യൂസ് ദ നെഗറ്റീവ്. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മളെ പ്രോപ്പർ ആയിട്ട് ഫോക്കസ് ചെയ്ത് നമുക്ക് ആ പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു എക്സാം ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഗ്രാൻഡ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തുള്ള പ്രാക്ടീസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നൗ അനദർ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് ഗ്രാൻഡ് ടെസ്റ്റ് എന്താന്ന് വെച്ചാൽ സർപ്രൈസ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ ടാക്കിൾ ചെയ്യണം. അതായത് നീറ്റ് PGയിൽ ഒരു 80-90% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഫെമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പ്രീവിയസ് ഇയർ ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾ കണ്ട് പരിചയിച്ചിട്ടുള്ള, നിങ്ങളുടെ നോട്ട്സിൽ നിങ്ങൾ സ്ഥിരം കണ്ടിട്ടുള്ള, അതിന് പുറമെ അധികം ഒന്നും ചോദിക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ ഒരു 10% ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാകാത്തതായിരിക്കും. ഈവൻ നിങ്ങളുടെ ഗ്രാൻഡ് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ യു വിൽ ഡെഫിനറ്റ്ലി ഫേസ് സച്ച് ക്വസ്റ്റ്യൻസ്. സോ അത്തരം ക്വസ്റ്റ്യൻസ് എങ്ങനെ ടാക്കിൾ ചെയ്യണം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഗ്രാൻഡ് ടെസ്റ്റുകൾ ചെയ്ത് ശീലിച്ചിട്ടുണ്ടാവണം. സോ ഗ്രാൻഡ് ടെസ്റ്റുകൾക്ക് ഈ 3 ഫാക്ടേഴ്സ്, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഗ്രാൻഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു മെയിൻ റീസൺ ആണ്. അറ്റ് ദ സെയിം ടൈം അനദർ തിങ് ഇസ് അബൌട്ട് ദ കോൺസെപ്റ്റ് ബിൽഡിംഗ്. അതായത് നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് കവർ ചെയ്തു, യു ഹാവ് ലേൺ സംതിങ്, നിങ്ങൾക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? ഡെഫിനറ്റ്ലി ഗ്രാൻഡ് ടെസ്റ്റ് വേണം. സോ നിങ്ങളെ തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ബേസിക് ടൂളാണ് ഗ്രാൻഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ കോൺസെപ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഈസി വെൻ യു ആർ ഗോയിങ് ടു ലേൺ ത്രൂ ദ ക്വസ്റ്റ്യൻസ് ഇൻ യുവർ ഗ്രാൻഡ് ടെസ്റ്റ്.
സോ ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയതെന്ന് ഗ്രാൻഡ് ടെസ്റ്റിലെ ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് നിങ്ങൾക്ക് അവിടുത്തെ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈ ഹാവ് ഐ ഗോട്ട് ഇറ്റ് റോങ് എന്നുള്ളത് നമുക്ക് സ്വയം അസസ് ചെയ്യാനുള്ള ഒരു വേദിയാണ് ഗ്രാൻഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്കിലൂടെ കിട്ടില്ലേ എന്ന് ചോദിക്കാം. നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് പഠിക്കുന്നു, അത് കഴിഞ്ഞ് നേരെ നിങ്ങൾ ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു മെയിൻ തിങ്, മിക്കവാറും നിങ്ങൾ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് പഠിച്ച് ഉടനെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ ബാങ്കുകളിലേക്ക് പോവുക. ആൻഡ് ഓൾവേസ് ഐ യൂസ് ടു സേ ക്വസ്റ്റ്യൻ ബാങ്കിനെക്കാളും ഏറ്റവും ഇമ്പോർട്ടന്റ് ഗ്രാൻഡ് ടെസ്റ്റ് ആണ്. ആൻഡ് നീറ്റ് PG എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്ത് വരുന്ന ഒരു എക്സാം ആണ്. സോ അത്രയും ടോപ്പിക്സ് വരുന്ന ഒരു എക്സാമിന് ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രം ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓൾവേസ് ഫീസിബിൾ. ഗ്രാൻഡ് ടെസ്റ്റുകളാണ് കുറച്ചും കൂടെ വൈഡ് അറയിൽ ഡിഫറെന്റ് റേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു ഫാക്ടറിലേക്ക് നമുക്ക് എത്താനുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് ടെസ്റ്റുകൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ ഒരു പെർട്ടിക്കുലർ ഇത്രയും ഫാക്ടേഴ്സ് കൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ കോൺസെപ്റ്റ് ബിൽഡിങ്ങിന്റെ കാര്യം, അതുപോലെ തന്നെ ഈ സർപ്രൈസ് ക്വസ്റ്റ്യൻസിന്റെ ടാക്ലിംഗ് ആവട്ടെ, നിങ്ങളുടെ അക്യുറസി ഡെവലപ്പ് ചെയ്യുന്നതാവട്ടെ, റിയൽ എക്സാമിന്റെ സിമുലേഷന്റെ കാര്യമാവട്ടെ, ഇതെല്ലാം നിങ്ങൾ എന്തുകൊണ്ട് ഗ്രാൻഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നുള്ള പ്രോപ്പർ ആയിട്ടുള്ള റീസൺസ് ആണ്. ആൻഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. ഓക്കെ, സോ മൾട്ടിപ്പിൾ ഗ്രാൻഡ് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യുന്തോറും യു വിൽ ബിക്കം ബെറ്റർ. ആൻഡ് അടുത്ത പാർട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അതായത് ഗ്രാൻഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ യു ഷുഡ് ഓൾവേസ് ചൂസ് എ പ്രോപ്പർ ടൈം ഫോർ ദ ഗ്രാൻഡ് ടെസ്റ്റ്. ഓക്കെ, സോ ഗ്രാൻഡ് ടെസ്റ്റിന് നിങ്ങളുടെ എപ്പോഴാണ് നിങ്ങളുടെ നീറ്റ് PG എക്സാം യൂഷ്വലി വരിക? യൂഷ്വലി ഇൻ ദ മോർണിംഗ് ടൈം അല്ലേ? സോ ആ ഒരു മോർണിംഗ് ടൈമിൽ യൂഷ്വലി 9 to 12, 9 to 1 ആ ഒരു ടൈമിലാണ് വരിക. സോ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങളുടെ ഗ്രാൻഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രിപ്പയർ ആവുക. പ്രിഫറബ്ലി നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഒരു സൺഡേ, ഒരു വീക്കെൻഡ് മറ്റും പ്രിഫർ ചെയ്യാം. ആൻഡ് അതർ ഡേയ്സിൽ നിങ്ങളുടെ റിവിഷൻ അതനുസരിച്ച് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാം. സോ എക്സാക്ട് ആയിട്ടുള്ള എക്സാം അവേഴ്സ് നിങ്ങൾ തന്നെ പ്രിഫർ ചെയ്യേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ടൈം നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേ ഡെഡിക്കേഷനോടെ അതേ റിസോഴ്സസ് വെച്ച് നിങ്ങൾ ഒരു ഗ്രാൻഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ റിയൽ എക്സാമിന്റെ ആ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടും. അതനുസരിച്ച് നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ ഇതിനോടൊന്ന് പൊരുത്തപ്പെട്ട് വരണം. സോ എല്ലാ വീക്കും നിങ്ങൾ നിങ്ങളെ തന്നെ ഇങ്ങനെ ചലഞ്ച് ചെയ്യാണ്. ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ആ അത്രയും സമയം ഫോക്കസ് ചെയ്ത് 3 മണിക്കൂർ, ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക് ആക്ച്വലി. കാരണം ഈവൻ ടു വി ആർ വെൽ പ്രിപ്പയർഡ് ഫോർ ദ എക്സാം, നമ്മൾ എക്സാമിന് ഇരിക്കുമ്പോൾ 200 ക്വസ്റ്റ്യൻസ് നമ്മൾ ടയേർഡ് ആവാതെ, ഒരു ബ്രെയിൻ ഫോഗും വരാതെ തുടക്കം മുതൽ അവസാനം വരെ ചെയ്ത് തീർക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് എ ലിറ്റിൽ ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പൊ അതിനു വേണ്ടി നിങ്ങളെ സ്വയം പ്രിപ്പയർ ചെയ്യിക്കാൻ വേണ്ടിയാണ് ഗ്രാൻഡ് ടെസ്റ്റുകൾ. ആൻഡ് പ്രിഫറബ്ലി ഡു ദം ഇൻ ദ ലാപ്ടോപ്സ് ഓർ ദ ടാബ്സ്. സോ ഗ്രാൻഡ് ടെസ്റ്റുകളെ എക്സാക്ട് സെയിം ടൈമിൽ തന്നെ നിങ്ങൾ പ്രോപ്പർലി അതേ ഡെഡിക്കേഷനോട് കൂടെ തന്നെ നിങ്ങളുടെ ലാപ്ടോപ്സിൽ അല്ലെങ്കിൽ ടാബ്സിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നോ, ഗ്രാൻഡ് ടെസ്റ്റിൽ സ്ഥിരം വരുന്ന ഒരു ഡൗട്ടാണ് എത്ര ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളത് അല്ലെ. സോ ഒരു അഗ്രസീവ് ഗെയിം പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഡിഫൻസീവ് ഗെയിം പ്ലാൻ ഉണ്ട്. അഗ്രസീവ് ഗെയിം പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ആ ഒരു ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത്യാവശ്യം എളുപ്പമായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ പോകുന്നത് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ വരുമ്പോൾ കുറച്ച് അഗ്രസീവ് ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. അതായത് ഒരു 190 to 200 റേഞ്ചിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നതിനാണ് അഗ്രസീവ് ഗെയിം പ്ലാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ പോയാലും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാമിൽ പോലും നീറ്റ് PGയിൽ നിങ്ങൾ 180 താഴെ ആൻസേഴ്സ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ഓൾവേസ് അറ്റൻഡ് എബോവ് 180. സോ ഈവൻ ഗ്രാൻഡ് ടെസ്റ്റിലാണെങ്കിൽ പോലും ട്രൈ ടു അറ്റൻഡ് എബോവ് 180. അതാണ് ഡിഫൻസീവ് ഗെയിം പ്ലാൻ. ഡിഫൻസീവ് ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് ഇഫ് ദ എക്സാം ഇസ് ടഫ് യു ഹാവ് ടു അറ്റൻഡ് ലെസ് ക്വസ്റ്റ്യൻസ്. പക്ഷെ അതുപോലും 180ക്ക് എബോവ് ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. സോ ഹൗ വിൽ വി അണ്ടർസ്റ്റാൻഡ് ഇതൊരു അഗ്രസീവ് ഗെയിം പ്ലാൻ ആണോ വേണ്ടത്, ഡിഫൻസീവ് ഗെയിം പ്ലാൻ ആണോ? ഇത് റിയൽ എക്സാമിന്റെ സമയത്താണ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ശരിക്കുമുള്ള എക്സാമിന് നമ്മൾ ഇരിക്കുമ്പോൾ ഇത്രയും ഗ്രാൻഡ് ടെസ്റ്റുകൾ നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത ആ ഒരു പ്രാക്ടീസിൽ നിന്നും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും ക്വസ്റ്റ്യൻസ് വരുന്നത് അത്യാവശ്യം എളുപ്പമാണ്. എന്റെ പിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും ഇത് ഈസി ആയിട്ട് എടുക്കുന്ന എക്സാം ആണ്. അവരെല്ലാവരും നല്ല രീതിയിൽ ഇത് അറ്റംപ്റ്റ് ചെയ്യും. അപ്പൊ എല്ലാവരും ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഞാനും ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം. അതാണ് മെയിൻ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഡിഫൻസീവ് ഗെയിം പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ടഫ് ആണ്, ഓപ്ഷൻസ് കൺഫ്യൂസിംഗ് ആണ്, ഇത് കുറെ പേര് നെഗറ്റീവ് അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാനും കുറച്ച് ഡിഫൻസീവ് ആയിട്ട് കളിക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് ഇതിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ റിയൽ എക്സാമിന് ആ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ അതുപോലെ തന്നെ ഗ്രാൻഡ് ടെസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. സോ ദാറ്റ്സ് അബൌട്ട് ഹൗ മെനി ക്വസ്റ്റ്യൻസ് ടു അറ്റംപ്റ്റ്. Now coming to what to look in a grand test. Okay,
നിങ്ങൾക്ക് എല്ലാവരും യൂഷ്വലി എനിക്ക് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്റെ സ്കോർ ഇമ്പ്രൂവ് ആവുന്നില്ല, എന്റെ റാങ്ക് ഇമ്പ്രൂവ് ആവുന്നില്ല, ഞാൻ ഗ്രാൻഡ് ടെസ്റ്റിന് ഒട്ടുമേ ഇമ്പ്രൂവ് ആകാത്ത ഒരു സ്റ്റേജ് ആണ്, വാട്ട് വിൽ ഐ ഡു ഫർദർ എന്നുള്ള ക്വസ്റ്റ്യൻ. സോ എന്താണ് ശരിക്കും ഗ്രാൻഡ് ടെസ്റ്റിൽ നോക്കേണ്ടത്? നിങ്ങളുടെ സ്കോർ അല്ല, റാങ്ക് അല്ല, നിങ്ങൾ ഇമ്പ്രൂവ് ആവുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഒരു എക്സാം കഴിഞ്ഞ് അടുത്ത എക്സാമിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ തവണത്തെക്കാളും എത്രമാത്രം ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഒന്നോ രണ്ടോ ക്വസ്റ്റൻ എങ്കിലും കൂടുതൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ടേക്ക് ഇറ്റ് ആസ് എ റിയൽ അച്ചീവ്മെന്റ്. ഓക്കെ, ഇതൊരു സ്ലോ പ്രോസസ് ആണ്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. അപ്പൊ നിങ്ങൾ സ്റ്റാഗ്നന്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ഇമ്പ്രൂവ് ആവുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ റീസൺ കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഫസ്റ്റ് തിങ് ആണ് മെമ്മറി റിട്ടൻഷൻ. അതായത് നമ്മൾ ഒരു ടോപ്പിക് മേ ബി ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത് ഒക്കെ വായിച്ചിട്ട് ഇന്ന് ഗ്രാൻഡ് ടെസ്റ്റ് എഴുതാൻ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണമെന്നില്ല. മൾട്ടിപ്പിൾ റിവിഷൻസ് നമ്മൾ ചെയ്യും തോറും നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾ 2 റിവിഷൻസോ 1 റിവിഷനോ ഒക്കെ കഴിഞ്ഞ ആളുകളായിരിക്കും. റിവിഷനുകൾ കഴിയും തോറും നിങ്ങളുടെ മെമ്മറിയിൽ ഇത് കൂടുതൽ റീറ്റെയിൻ ആവും. അപ്പോൾ നിങ്ങളുടെ ഗ്രാൻഡ് ടെസ്റ്റുകളുടെ സ്കോർ പയ്യെ ഇമ്പ്രൂവ് ആവും. ഇനി മെമ്മറി ബൂസ്റ്റിംഗ് അധികം പോസിബിൾ ആകാത്ത വ്യക്തികളാണെങ്കിൽ ഐ ഹാവ് അനദർ സെഷൻ, ഇറ്റ്സ് ഓൾറെഡി ഔട്ട് ഇൻ ദ യൂട്യൂബ്. സോ മെമ്മറി ബൂസ്റ്റിംഗ് ടിപ്സ് ആൻഡ് ട്രിക്സ് അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഗിവ് ഇറ്റ് എ വാച്ച്. സോ മെമ്മറി റിട്ടൻഷന് വേണ്ടി യു ഹാവ് ടു ഡെഫിനറ്റ്ലി ട്രൈ. അതിനുള്ള ടിപ്സും ട്രിക്സും എല്ലാം അപ്ലൈ ചെയ്തിട്ട് യു ഹാവ് ടു ഫൈൻഡ് ടൈം ഫോർ യുവർ സെൽഫ്. യു ഹാവ് ടു യുനോ ട്രൈ ഹാർഡ് ടു യുവർ സെൽഫ് ടു റീറ്റെയിൻ ദോസ് സ്റ്റെപ്സ് ഇൻ യുവർ മെമ്മറി. സോ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു റീസൺ എന്തുകൊണ്ടാണ് ഗ്രാൻഡ് ടെസ്റ്റിൽ നിങ്ങൾക്ക് മാർക്ക് കുറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺലേൺഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോഴായിരിക്കും. അത് നിങ്ങൾക്ക് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും നിങ്ങൾ വായിച്ചിട്ടില്ലാത്ത ടോപ്പിക്കുകളിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഗ്രാൻഡ് ടെസ്റ്റിന് വന്നാൽ യു മേ നോട്ട് ബി ഏബിൾ ടു അറ്റൻഡ്. അപ്പൊ അതോർത്ത് എന്തിനാണ് നിങ്ങൾ വറി ചെയ്യുന്നത്? നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ലേ? സോ അൺലേൺഡ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. ഇനിയുള്ള ഗ്രാൻഡ് ടെസ്റ്റിൽ അത് പഠിക്കുക, എഴുതുക, ദാറ്റ്സ് ഓൾ. പക്ഷെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ആസ്പെക്ട് അൺക്ലിയർ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. അത് ഞാൻ റെഡിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. വൈ? ബിക്കോസ് അൺക്ലിയർ കോൺസെപ്റ്റ്സ് ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് തെറ്റാനുള്ള റീസൺ എങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ്സ് എ ബിഗ് റെഡ് ഫ്ലാഗ്. സോ യു ഹാവ് ടു ഗോ ബാക്ക്, യു ഹാവ് ടു റിവൈസ്, യു ഹാവ് ടു റീഡ് യുവർ നോട്ട്സ് അഗെയിൻ ആൻഡ് ദെൻ ക്ലാരിഫൈ യുവർ കോൺസെപ്റ്റ്. എന്നിട്ട് മാത്രം ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിയൽ എക്സാമിനും നിങ്ങൾക്കിത് തെറ്റും. ഇനി വരാനുള്ള എല്ലാ ഗ്രാൻഡ് ടെസ്റ്റും നിങ്ങൾക്കത് തെറ്റും. കോൺസെപ്റ്റ് ക്ലിയർ ആകാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് മനസ്സിലാകാത്തത് കൊണ്ടോ ആണ് നിങ്ങൾക്കത് തെറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈവൻ യു ക്യാൻ ഗോ ബാക്ക് ടു ദ വീഡിയോ ആൻഡ് വാച്ച്, അല്ലെങ്കിൽ യു ക്യാൻ ആസ്ക് യുവർ ഫ്രണ്ട്സ് ആൻഡ് ക്ലാരിഫൈ യുവർ ഡൗട്ട്. ബട്ട് അൺക്ലിയർ കോൺസെപ്റ്റ്സ് വെച്ചുകൊണ്ടിരിക്കരുത്. ഏതൊരു ക്വസ്റ്റിനെ കുറിച്ചുള്ള അൺക്ലിയർ കോൺസെപ്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ക്ലാരിഫൈ ദം. ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി മറ്റൊരു റീസൺ എന്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ ഗ്രാൻഡ് ടെസ്റ്റിന്റെ മാർക്ക് സ്റ്റാഗ്നന്റ് ആയിട്ടിരിക്കുന്നത്? അതിനൊരു പ്രധാന റീസൺ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക് ബയാസ് ആയിരിക്കും. അതായത് നിങ്ങൾ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൽ ഒരു ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതെല്ലാം ക്യൂറേറ്റ് ചെയ്യുന്നതും ഉണ്ടാക്കുന്നതും ഒക്കെ ആ പ്ലാറ്റ്ഫോമിന്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി ആ പ്ലാറ്റ്ഫോമിലെ ക്വസ്റ്റ്യൻസ് കുറെ തവണ ചെയ്ത ആളുകളാണ് എന്നിരിക്കട്ടെ. അതായത് നിങ്ങളെക്കാളും മുന്നേ ഒരു തവണ പ്രിപ്പയർ ചെയ്ത ആളാണ്, അല്ലെങ്കിൽ നിങ്ങളെക്കാളും മുന്നേ ഒരു 2 റിവിഷൻ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണ്. അവര് ഈ ഗ്രാൻഡ് ടെസ്റ്റുകൾ ഇതിന്റെ അകത്തെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഇവരുടെ ക്വസ്റ്റ്യൻ ബാങ്കിലുള്ള സംഭവങ്ങളെല്ലാം കവർ ചെയ്തിട്ടുള്ളതായിരിക്കും. അതായത് ഓൾറെഡി ക്വസ്റ്റ്യൻ ബാങ്കുകൾ ഒരുപാട് തവണ ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്കുകളിൽ കൂടെ പോയതായിരിക്കും. ഇതിനൊക്കെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു തരം ഫോട്ടോഗ്രാഫിക് മെമ്മറി ഡെവലപ്പ് ചെയ്യും. ഈവൻ ഐ ഹാവ് ഗോൺ ത്രൂ ദ സെയിം. നമ്മൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ബാങ്കിൽ കണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ശരിക്കുള്ള എക്സാമിന് വരുമ്പോൾ ഈവൻ ചിലപ്പോൾ നമുക്ക് ആ കോൺസെപ്റ്റ് തിങ്ക് ചെയ്യേണ്ടി വരില്ല. നമുക്കറിയാം ഇന്ന ചോദ്യം, ഈവൻ തോ ഇറ്റ് വാസ് എ ടഫ് ക്വസ്റ്റ്യൻ, അതിന്റെ ഉത്തരം ഇതാണ് എന്ന് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും. സോ വി വിൽ ആൻസർ ദാറ്റ്. അപ്പൊ ഒരു ഗ്രാൻഡ് ടെസ്റ്റ് വരുമ്പോൾ ഇങ്ങനെ കുറെ ആളുകൾ ഇതുപോലെ തന്നെ ഡെഫിനറ്റ്ലി ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറിയിൽ ആൻസർ ചെയ്യുന്നവരുണ്ടാകും. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് കണ്ട് ഫെമിലറൈസ് ആയ ആളുകൾ അവർക്കായിരിക്കും മിക്കവാറും ചിലപ്പോൾ ഇനീഷ്യലി ടോപ്പ് റാങ്കുകളൊക്കെ ചിലപ്പോൾ കിട്ടുന്നത്. മേ ബി ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. പക്ഷെ അത് കണ്ട് നമ്മുടെ മനസ്സ് തളരരുത്. ഇവിടെ വേണ്ടത് നമ്മുടെ ആ ഒരു ദ കോമ്പറ്റീഷൻ ദാറ്റ് വി ഹാവ് ടു കീപ് ഇസ് വിത്ത് അവർ സെൽഫ്. ഓക്കെ, ദ കോമ്പറ്റീഷൻ ഷുഡ് ബി വിത്ത് അവർ സെൽഫ്സ്. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, അത് മാത്രമാണ് പ്രധാനം. ബാക്കിയുള്ളവരുടെ റാങ്ക്, അതായത് 200-ൽ അയാൾ 196 ശരിയാക്കി, 194 ശരിയാക്കി, എനിക്ക് ആകെ ഇത്ര ശരിയായുള്ളൂ എന്നുള്ള ആ ഒരു മൈൻഡ് സ്റ്റേറ്റ് നമുക്ക് മൊത്തത്തിൽ മാറ്റണം. ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു വർക്ക് ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി it is ridiculous to even think like that because question bank bias is real. So you should actually not think about anything like that and keep focusing on your improvement. പിന്നെ
അടുത്ത മെയിൻ പ്രോബ്ലം മിക്കവർക്കും വരാറുള്ള ഒരു പ്രശ്നം ടൈം മാനേജ് ചെയ്യാനായിട്ട് പറ്റാത്തതായിരിക്കും. സോ ടൈം മാനേജ്മെന്റിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സാം എഴുതാൻ തുടങ്ങുന്ന ആദ്യത്തെ ഒരു ഹാഫ് അവർ മിക്കവാറും നമ്മുടെ മൈൻഡ് കുറച്ചൊരു ആൻഷ്യസ് മൈൻഡ് സ്റ്റേറ്റ് ആണ്, ബ്രെയിൻ ഫോഗിങ് ആയിരിക്കും. നമ്മൾ ആ ഒരു എക്സാമിലേക്ക് സെറ്റിൽ ചെയ്യാൻ വേണ്ടി വി മേ ടേക്ക് അബൌട്ട് ഒരു ഹാഫ് അവർ അല്ലെ. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു എക്സാമിന്റെ ഒരു ഹാഫ് അവർ ഉണ്ടല്ലോ, ലാസ്റ്റ് വരുന്ന ഹാഫ് അവർ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു റഷ് ഫേസിലായിരിക്കും. അപ്പൊ നമ്മൾ ഇനീഷ്യലി നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഈ മാർക്ക് ഫോർ റിവ്യൂ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ലാസ്റ്റത്തേക്ക് നോക്കാനായിരിക്കും വെക്കുക. പക്ഷെ ലാസ്റ്റ് നമ്മുടെ മൈൻഡ് റഷ്ഡ് മൈൻഡ് ആയിരിക്കും. ആ ഒരു മൈൻഡ് സ്റ്റേറ്റിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന എല്ലാം എങ്ങനെ നിങ്ങൾ നോക്കിക്കോ ഇറ്റ് വിൽ ബി റോങ്. ആൻഡ് ഐ എം ടെലിംഗ് ഇറ്റ് ഫ്രം മൈ ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഐ ഹാഡ് കമ്മിറ്റഡ് ദ സെയിം മിസ്റ്റേക്ക് ഡ്യൂറിങ് മൈ ഇനിസെറ്റ് എക്സാം. ഈ ആദ്യത്തെ ഫേസിൽ നമ്മളിങ്ങനെ എല്ലാം കുറെയൊക്കെ മാർക്ക് ഫോർ റിവ്യൂ വെച്ചിട്ട് അറ്റ് ദ എൻഡ് നമ്മൾ കൊണ്ടുപോയി ഈ റഷ് ഫേസിൽ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം എനിക്ക് നല്ല രീതിയിൽ തെറ്റി. സോ അത് മിക്കവർക്കും ഉണ്ടാകും ആ ഒരു പ്രോബ്ലം. റഷ് അവേഴ്സിന് മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റത്തെ ഹാഫ് അവർ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ മാർക്ക് ഫോർ റിവ്യൂ കീപ്പ് ചെയ്ത് പുതുതായിട്ട് ആലോചിച്ച് ഇതാണോ ഇതിന്റെ ഉത്തരം എന്ന് തിങ്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് ലാസ്റ്റ് ഹാഫ് അവർ കിട്ടില്ല. അപ്പോൾ പ്രൊഡക്റ്റീവ് അവേഴ്സ് ഓഫ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഹാഫ് അവറും ലാസ്റ്റത്തെ ഹാഫ് അവറും ഇടയ്ക്കുള്ള ടൈം, ആ ഒരു പെർട്ടിക്കുലർ ടൈം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്യണം. അത് GTസിലൂടെ പറ്റുള്ളൂ അല്ലെ. സോ ടൈം മാനേജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അത് നിങ്ങൾ ഈ GTസിലൂടെ പയ്യെ പയ്യെ ശീലിച്ച് വന്നോളൂ. ദെൻ മാക്സിമം ക്വസ്റ്റ്യൻസും ഫസ്റ്റത്തെ ആ ഒരു ഗോയിൽ തന്നെ, അതായത് നിങ്ങൾ ഫസ്റ്റ് ഓടിച്ച് ഈ 200 ക്വസ്റ്റ്യൻസും കവർ ചെയ്യുമ്പോൾ ആ ഒരു ടൈമിൽ തന്നെ യു ഹാവ് ടു അറ്റൻഡ് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് മാക്സിമം. പെട്ടെന്ന് കണ്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാവുന്ന ക്വസ്റ്റ്യൻസ് ആൻഡ് ഗോ വിത്ത് യുവർ ഗട്ട് ഫീലിംഗ്. ഇൻ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആ ഒരു ഇൻഡ്യൂഷൻ വെച്ച് തന്നെ ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. നിങ്ങൾ ഓൾറെഡി കണ്ട് ഫെമിലറൈസ്ഡ് ആയിരിക്കും. ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഈ ഒരു പോയിന്റിലും നിങ്ങൾ ഈ സ്പീഡ് കൂടുന്തോറും നിങ്ങളുടെ അക്യുറസിയുടെ കാര്യം, അതായത് നെഗറ്റീവ്സ് ഒരുപാട് വരാൻ ശ്രദ്ധിക്കണം. മൈന്യൂട്ട് കാര്യങ്ങളായിരിക്കും. ലൈക്ക് എന്താ ഫോൾസ് പോസിറ്റീവ്, ഫോൾസ് നെഗറ്റീവ്, ആ ഒരു നെഗറ്റീവും പോസിറ്റീവിന്റെ ഡിഫറൻസ് ആയിരിക്കും. അല്ലെങ്കിൽ നോട്ട് അല്ലെങ്കിൽ വാട്ട് വെയർ അല്ലെങ്കിൽ വാട്ട് നോട്ട് വെയർ, അങ്ങനെ നോട്ട്, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പൊ അത്തരം കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് നെഗറ്റീവ്സ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ആ ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് വായിച്ചിരിക്കണം അല്ലേ. അതുപോലെ തന്നെ ഒരു വലിയ ക്വസ്റ്റ്യൻ, ഒരു വലിയ പാരഗ്രാഫ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ഫോക്കസ് പോകേണ്ടത് അതിന്റെ ലാസ്റ്റ് സെന്റൻസിലേക്കാണ്. എന്നിട്ട് വേണം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കാൻ. സോ അതൊക്കെ നിങ്ങളുടെ ടൈം ഒരുപാട് സേവ് ചെയ്യും. പക്ഷെ ഇതൊക്കെ നിങ്ങൾ പഠിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഗ്രാൻഡ് ടെസ്റ്റ് ചെയ്യണം. ദെൻ റൂളിംഗ് ഔട്ട് ദ പോളിഷിംഗ് ഓഫ് ദ MCQ സ്കിൽസ്. ഇതിന്റെ ഒരു സെപ്പറേറ്റ് സെഷൻ വരുന്നുണ്ട്, എങ്ങനെ MCQ സ്കിൽസ് പോളിഷ് ചെയ്യാമെന്ന്. പക്ഷേ അതും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണമെങ്കിൽ നിങ്ങളുടെ ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഗ്രാൻഡ് ടെസ്റ്റ്. സോ യു ഷുഡ് ഡെഫിനറ്റ്ലി ഡു ദ ഗ്രാൻഡ് ടെസ്റ്റ് എന്നുള്ളതിന് ഇതിലും കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് പറയാനായിട്ടില്ല. ദാറ്റ് ഇസ് മെയിൻലി അബൌട്ട് ഇറ്റ്. നൗ ഗ്രാൻഡ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നു, ഓക്കെ, അതിന്റെ ഒരു രീതി കാര്യങ്ങളൊക്കെ മനസ്സിലായി, എങ്ങനെയാണ് എക്സാമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് മനസ്സിലായി. പക്ഷെ ഇനിയുള്ള ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഗ്രാൻഡ് ടെസ്റ്റ് റിവ്യൂ ചെയ്യുന്നത്? ദിസ് ഇസ് സംതിങ് മെനി പീപ്പിൾ സ്ട്രഗിൾ അറ്റ്. ഓക്കെ, നിങ്ങൾ ഒരു ഗ്രാൻഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നു. യു വിൽ ടേക്ക് അബൌട്ട് 3.5 hours ടു അറ്റൻഡ് ദ ഗ്രാൻഡ് ടെസ്റ്റ്. ഓക്കെ, ഗ്രാൻഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഇത് റിവ്യൂ ചെയ്യാനായിട്ട് ഓൾമോസ്റ്റ് an entire ഡേ എടുക്കുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം. ദാറ്റ് ഈസ് അട്ടർ ഫൂളിഷ്നെസ് ടു ബി ഹോണസ്റ്റ്. ഡോണ്ട് ഡു ദാറ്റ്. ഗ്രാൻഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട്, എൻ്റെ ഗ്രാൻഡ് ടെസ്റ്റ് ചെയ്യാനും അതിന്റെ റിവ്യൂവിനുമായിട്ട് മാക്സിമം 5 hours, അതിൽ കൂടുതൽ നിങ്ങൾ എടുക്കാനായിട്ട് പാടില്ല. അറ്റൻഡ് ചെയ്യുന്നതും റിവ്യൂ ചെയ്യുന്നതും രണ്ടും കൂടെ 5 മണിക്കൂറുണ്ടെ നിങ്ങൾക്ക് ഒതുക്കാൻ സാധിക്കണം. ആൻഡ് എന്താണ് നിങ്ങൾ ഗ്രാൻഡ് ടെസ്റ്റിൽ റിവ്യൂ ചെയ്യേണ്ടത്? ഇതൊരു പ്രയോറിറ്റി ഓർഡർ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കേണ്ടത് ദ റോങ് ആൻസേഴ്സ് ആണ്. വൈ റോങ് ആൻസേഴ്സ്? റോങ് ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ തെറ്റിച്ചതിന് പല കാരണങ്ങളുണ്ടാവും. ഒന്നെങ്കിൽ നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ കോൺസെപ്റ്റ് ക്ലിയർ ആവാത്തായിരിക്കാം, മെമ്മറിയുടെ പ്രശ്നമായിരിക്കാം. സോ ദർ വിൽ ബി ഡിഫറെന്റ് റീസൺസ് ഫോർ ദാറ്റ്. MCQ സ്കിൽസിന്റെ പ്രശ്നമായിരിക്കാം. സോ റോങ് ആൻസേഴ്സ് നോക്കിയാൽ നിങ്ങൾ എവിടെയാണ് വീക്ക് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ റൂളിംഗ് ഔട്ട് ആണോ പ്രോബ്ലം, നിങ്ങളുടെ കോൺസെപ്റ്റിനാണോ പ്രശ്നം, നിങ്ങളുടെ മെമ്മറിയുടെ ആണോ പ്രശ്നം? ആ പ്രോബ്ലംസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ റോങ് ആൻസേഴ്സ് നോക്കണം. ആൻഡ് ഓൾസോ റോങ് ആൻസേഴ്സ് നോക്കിയാൽ വി വിൽ ലേൺ, റൈറ്റ്? സോ വേർ വി വെൻ റോങ് എന്നറിയാനായിട്ടാണ് ഡെഫിനറ്റ്ലി റോങ് ആൻസേഴ്സ്. ആൻഡ് ദാറ്റ് ഇസ് ദ ഹോൾ പർപ്പസ് ഓഫ് ദ ഗ്രാൻഡ് ടെസ്റ്റ്. വേർ ആർ യു ഗോയിങ് റോങ്? ബിക്കോസ് എവിടെയാണോ നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത് അത് ശരിയാക്കി നീറ്റ് PGയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. അതിനാണ് നമ്മൾ ഈ എക്സാം എല്ലാം എഴുതുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി റോങ് ആൻസേഴ്സ് വിൽ ഗെറ്റ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ്. ദെൻ കംസ് ദ അൺഅറ്റൻഡഡ് വൺസ്. അൺഅറ്റൻഡഡ് വൺസ് എന്തുകൊണ്ട് നിങ്ങൾ എഴുതിയില്ല? അവിടെയും എഗെയിൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഓർമ്മയിൽ വരാത്തതായിരിക്കാം, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ റീസൺ കൊണ്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി കാണില്ല. സോ അൺഅറ്റൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് രണ്ടാമത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതും കഴിഞ്ഞ് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഇഫ് നീഡഡ് ആൻഡ് ഇഫ് യു ഹാവ് ടൈം ഓൺലി, കറക്റ്റ് ആൻസേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഓടിച്ചു നോക്കാം. ഇതിൽ റോങ് ആൻസേഴ്സും അൺഅറ്റൻഡ് ആൻസേഴ്സും നിങ്ങൾക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. ബട്ട് കറക്റ്റ് ആൻസേഴ്സിന്റെ എക്സ്പ്ലനേഷൻ വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബ്രഷ് ഇറ്റ് ഓഫ് ലൈക്ക് ദാറ്റ്.
ഒരു ക്വിസിന്റെ ലൈക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്നു, ആൻസർ വരുന്നു, അതുപോലെ ജസ്റ്റ് ബ്രഷ് ഇറ്റ് ഓഫ് ആൻഡ് സീ. ആൻഡ് ലീസ്റ്റ് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടത് ഡെഫിനറ്റ്ലി ദ ക്വസ്റ്റ്യൻസ് യു ഹാവ് നെവർ ഹേർഡ് ഓഫ്. സോ നീറ്റ് പി ജിയിൽ റിപ്പീറ്റഡ് ആയിട്ട് പല ടോപ്പിക്സിൽ നിന്നും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു. അപ്പൊ അത്തരം ഒരു എക്സാമിന് ഒരു പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻസിന് വേണ്ടി നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇറ്റ് ഇസ് നോട്ട് റൈറ്റ്. സോ നിങ്ങൾ ഒരു കേട്ടുകേൾവി പോലും ഇല്ലാത്ത, നിങ്ങളുടെ നോട്ട്സിൽ ഇല്ലാത്ത, നിങ്ങളുടെ പഴയ പ്രീവിയസ് ഇയറിന്റെ ക്വസ്റ്റ്യൻസിൽ പോലും നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ടോപ്പിക്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മറന്നേരും. യു ഡോണ്ട് ഹാവ് ടു ഇവൻ ലുക്ക് അറ്റ് ദാറ്റ്, ബിക്കോസ് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാമിന് വരാനുള്ള പ്രോബിലിറ്റി ഇസ് വെരി ലെസ്. സോ ആ ഒരു ഫാക്ടർ ഒക്കെ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ ബേസിക്കലി നിങ്ങൾ ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ഹൗ യു ഹാവ് ടു. ആൻഡ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ഈ റോങ് ആൻസേഴ്സ്, അൺഅറ്റൻഡഡ് ആയിട്ടുള്ള ആൻസേഴ്സ്, നമുക്ക് എന്താണ് മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളത് അതൊന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ബുക്ക് മാർക്ക് ചെയ്യാം. അതിലെ ആ പെർട്ടിക്കുലർ ആസ്പെക്ട് നിങ്ങൾ നോട്ടിലേക്ക് ആഡ് ചെയ്യും. ഒരിക്കലും കേട്ടുകേൾവി ഇല്ലാത്ത ക്വസ്റ്റ്യൻസിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ചെയ്യുന്ന ഒന്നും എടുത്തുകൊണ്ട് ഈ നോട്ടിലേക്ക് ആഡ് ചെയ്ത് നോട്ട് വലുതാക്കരുത്. നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനായിട്ട് ഇപ്പോൾ ഉള്ള നോട്ട്സ്, ഇത്രയും ക്രിസ്പ് നോട്ട്സ് തന്നെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനായിട്ട് മേ ബി ഇറ്റ് ഇസ് ടഫ് ഫോർ യു റൈറ്റ് നൗ. അപ്പോ ആ ഒരു ഫേസിൽ നിങ്ങൾ എക്സ്ട്രാ പോയിന്റ്സ് എല്ലാം കൂടെ കൊണ്ടുവന്ന് ആഡ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ഡിഫിക്കൽട്ട്. നിങ്ങൾക്ക് ലാസ്റ്റ് മന്തിന്റെ റിവിഷൻ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ടു ഫോക്കസ് ആണ്. സോ ആ ഒരു മന്തിനുള്ളിൽ നമുക്ക് ഇതെല്ലാം കവർ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. സോ ഡെഫിനറ്റ്ലി ഡോണ്ട് ഡു ദാറ്റ്. ആൻഡ് വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ്, ജി ടിസും ക്വസ്റ്റ്യൻ ബാങ്കും കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻ ബാങ്കിനേക്കാൾ ഇമ്പോർട്ടന്റ് ജി ടിസ് ആണ്. പക്ഷെ ജി ടിസും നിങ്ങളുടെ റിവിഷൻ ഫേസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ റിവിഷൻ ആണ് ഏറ്റവും 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 ഇമ്പോർട്ടന്റ്. നിങ്ങൾ ജി ടിസിന് വേണ്ടി ഓവർ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യരുത്. വീക്ക്ലി വൺസ് ഇസ് ഇനഫ്. ടുവേർഡ്സ് എക്സാം എത്തുമ്പോൾ നമുക്ക് വീക്ക്ലി വേണമായിട്ട് വൈസ് ഒക്കെ ചെയ്യാം. അത് നിങ്ങളുടെ ആ ഒരു മെന്റൽ കേപ്പബിലിറ്റി ഒക്കെ അനുസരിച്ചിരിക്കും. പക്ഷെ റിവിഷന് നിങ്ങൾ ടൈം മസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. ആ റിവിഷന് കൊടുക്കുന്ന ടൈം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ജി ടിസിന് ടൈം വെക്കരുത്. നല്ല രീതിയിൽ അതൊരു പ്രോപ്പർ ഷെഡ്യൂൾ ആൻഡ് പ്ലാൻ. ഐ ഹാഡ് ഓൾറെഡി കവേർഡ് എ സെഷൻ ബിഫോർ ഓൺ ഹൗ ടു മേക്ക് എ പ്രോപ്പർ പ്ലാൻ. സോ യു ഹാവ് ടു ഡെഫിനറ്റ്ലി ഗീവ് മോർ ടൈം ടു യുവർ revision rather than the GTs of question bank. And GTസിൽ എപ്പോഴും ഒരു 70 to 90% ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് നിങ്ങളുടെ നോളജ്, നിങ്ങൾ പഠിച്ച നോട്ട്സിൽ നിന്നും നിങ്ങൾ കേട്ട ക്ലാസ്സുകളിൽ നിന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് ദ റെസ്റ്റ് 10 to 30% നിങ്ങളുടെ MCQ സ്കിൽസ് വെച്ചായിരിക്കും മിക്കവാറും. ബിക്കോസ് മിക്കതും കേട്ടുകേൾവില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒരു 10 to 30% വരാം. ഈവൻ നിങ്ങൾ പഠിച്ച സാധനം തന്നെ കുറച്ച് ട്വിസ്റ്റഡ് രീതിയിൽ ചോദിക്കാം. അപ്പോൾ റൂളിംഗ് ഔട്ട് സ്കില്ലൊക്കെ എംപ്ലോയ് ചെയ്ത് ഈവൻ ഗട്ട് ഇൻഡ്യൂഷൻസ് എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ഒരു 10 to 30% ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ അതും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. So that concludes the topic for today. So if anybody has any queries, you can ask now. Overall പറയാനുള്ളത്, ഗ്രാൻഡ് ടെസ്റ്റുകൾ നിങ്ങളുടെ ഈ ഒരു നീറ്റ് പി ജി പ്രിപ്പറേഷൻ ജേർണിയിൽ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മെയിൻ എന്താ പറയുക ടൂൾ ആണ് ഫോർ പ്രിപ്പറേഷൻ. So definitely do the grand test, and the way of reviewing the grand test is also very important. So focus on that. ആൻഡ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഗ്രാൻഡ് ടെസ്റ്റ് എല്ലാം ചെയ്യാൻ പറ്റട്ടെ, ഇംപ്രൂവ്മെന്റുകളിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ.